ഏതായാലും ഇന്നിപ്പോൾ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ അനാലിസിസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനായി ഇൻഹൗസ് എക്സ്പേർട്ട് ആയ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഇന്നിപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ ആ ഒരു നേട്ടത്തിന്റെ അത്ര എത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുമില്ല. ഇന്ന് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ 22,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യിൽ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ മൊമെന്റ് നമ്മളിപ്പോ നിഫ്റ്റി 50യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറ്റ്സ് എ സ്മോൾ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു വിധത്തിലും നിഫ്റ്റി 50യുടെ ബുള്ളിഷ് അണ്ടർടോണിനെ അഫക്റ്റ് ചെയ്യുമെന്ന്. എസ് പ്രദീപ് സാർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 46,434 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ ഒരു റെക്കോർഡ് മാർക്കറ്റിന്റെ ഒരു റെക്കോർഡ് നേട്ടങ്ങൾക്ക് ശേഷമുള്ള ഒരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് മാത്രം ഇന്നത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയിലെ ഇടിവിനെ കാണാമോ? ജാസ്മിൻ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 47,200 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വിച്ച് ഇസ് അറ്റ് 48,636. സോ ആദ്യം നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം ഇന്നിപ്പോൾ സൂചികകളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി റിയൽറ്റിയിൽ ഇപ്പോൾ നല്ല ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 1.3% നേട്ടത്തിൽ 888.7 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഫ്റ്റി റിയൽറ്റിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? നിഫ്റ്റി റിയൽറ്റി കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് നല്ലൊരു ഓപ്പണിംഗ് തുടർന്ന് നമുക്ക് നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിൽ ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിനെ നയിക്കുന്ന ഏത് റിയാലിറ്റി സ്റ്റോക്കിലും നമുക്കൊരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 0.5% ഇടിവ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ ഏറ്റവും അധികം നേട്ടം നൽകിയിട്ടുള്ള ഒരു സൂചിക കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയുടെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? വെരി വെരി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് ഈ ഇൻഡെക്സിൽ ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചു. ആൻഡ് 3 സെഷൻസിന് മുൻപ് ഓൾമോസ്റ്റ് 12,100 പോയിന്റ്സിന്റെ അടുത്തായിരുന്നു അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സാർ, ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും അധികം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന ഒരു സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റി ഓട്ടോ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസം ടാറ്റ മോട്ടോഴ്സിന്റെ ഒക്കെ ഒരു മുന്നേറ്റത്തിൽ വലിയ തോതിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയ സൂചിക കൂടിയായിരുന്നു നിഫ്റ്റി ഓട്ടോ. നിലവിൽ നിഫ്റ്റി ഓട്ടോയിൽ 1% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയുമായി ബന്ധപ്പെട്ട് സാറിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് എന്താണ്? അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആദ്യത്തെ സപ്പോർട്ട് 19,800. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 19,700 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും. എസ് പ്രദീപ് സർ, സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു ബ്ലോക്ക് ഡീലിനെ തുടർന്ന് വേൾപൂൾ ഓഫ് ഇന്ത്യയുടെ ഓഹരികളിൽ നിലവിൽ 2.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. വേൾപൂൾ നിലവിൽ 1,294 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വേൾപൂളിന്റെ ലോങ് ടേം ട്രെൻഡ് വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നത്തെ ഒരു ബ്ലോക്ക് ഡീലിനെ തുടർന്ന് ഒരു വിധത്തിലും വേൾപൂളിന്റെ ട്രെൻഡിനെ ബാധിക്കുന്നില്ല. വേൾപൂളിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1,280. വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരുപക്ഷെ നമുക്കൊരു പുതിയ അവസരം ലഭിക്കുന്നതായിരിക്കും.
സർ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ശക്തമായിട്ടൊരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഓഹരിയായിരുന്നു ബജാജ് ഓട്ടോ. ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് അടക്കമുള്ളൊരു നേട്ടത്തിലേക്ക് ഈ ഒരു ഓഹരി കുതിച്ചിട്ടുമുണ്ടായിരുന്നു. നിലവിൽ 1.47% ഇടിവിൽ 8384.65 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ ഈ ബജാജ് ഓട്ടോയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സമയമാണോ? തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബജാജ് ഓട്ടോയുടെ കേസിൽ ജനുവരി മാസത്തിന്റെ ഒരു തേർഡ് വീക്കിലായിരുന്നു നമുക്ക് ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. അത് 6,936 രൂപയിലായിരുന്നു. അവിടെ നിന്നും ഇന്നലത്തെ ട്രേഡിംഗ് ആകുമ്പോഴേക്കും നമുക്ക് 8,650 രൂപ വരെ നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ബജാജ് ഓട്ടോ. തീർച്ചയായിട്ടും ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. എസ് പ്രദീപ് സർ, ഇന്നിപ്പോൾ ബാങ്കിംഗ് സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 1.31% ഒരു നേട്ടം കൈവരിക്കുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് തലത്തിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് കാരണമാണ് ഇന്നിപ്പോൾ നേട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. 2024 മാർച്ച് 1 മുതൽ ശാന്തി ഏകാംബരത്തെ ഡെപ്യൂട്ടി MD ആയും KVS മണിയനെ ജോയിന്റ് MD ആയും പുനർനിയമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിൽ കമ്പനിയുടെ ഓഹരികൾ ഒരു നേട്ടം നൽകുന്നത് എന്നും കാണാം. പക്ഷേ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഒരു പെർഫോമൻസ് റേഞ്ചിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടവും നൽകിയിട്ടില്ല. ഇയർ ടു ടിൽ ഡേറ്റ് വരുമ്പോഴും 8.25% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. ഈ ഒരു സ്റ്റോക്കിന്റെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? കോട്ടക് ബാങ്ക് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന് വളരെ മേജർ 2 റെസിസ്റ്റൻസ്, ആദ്യത്തെ 1780, അതിനെ തുടർന്ന് 1820. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സർ, ഇന്നിപ്പോൾ നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്യുന്നതിൽ ഒരു പ്രധാനി എന്ന് പറയുന്ന ഐഷർ മോട്ടോഴ്സിന്റെ ഓഹരികളാണ്. ഓഹരി നിലവിൽ 2.05% ഇടിവിൽ 3823 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ 4 രേഖപ്പെടുത്തിയ 4200 രൂപ എന്നൊരു നിലവാരമാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടൊരു ഇടിവാണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ചില 1-2 ട്രേഡിംഗ് സെഷൻസിൽ മാത്രമാണ് തിരിച്ചൊരു റിക്കവറി നടത്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഐഷർ മോട്ടോഴ്സ് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ ഐഷർ മോട്ടോറിന്റെ കേസിൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3710 രൂപയല്ല. സോ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ബൗട്ട് ഓഫ് കറക്ഷൻ കഴിയുമ്പോഴേക്കും സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ സ്റ്റോക്ക് 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ കോഫി ഡേ എന്റർപ്രൈസസിനെ കുറിച്ചാണ്. 1.5% നിലവിൽ നേട്ടം നൽകുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. കോഫി ഡേയിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടർ മാളവിക സിദ്ധാർത്ഥ ഹെഗ്ഡെ കമ്പനിയിലെ 40 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ വിറ്റിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഈ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ മാത്രം നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരണമോ? ഈ ഒരു സ്റ്റോക്ക് കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഈ ഒരു സ്റ്റോക്ക് ഇസ് എ ഹൈലി സ്പെക്യുലേറ്റീവ് സ്റ്റോക്ക്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നുമില്ല. ബട്ട് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടെ ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് ബെയറിഷിൽ നിന്നും ബുള്ളിഷായി വഴിമാറിയിട്ടുണ്ട്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 54 രൂപയിലാണ് കാണുന്നത്. അതിനൊപ്പം ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാനാണ് ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ 1.5% നേട്ടത്തിൽ 278.25 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 295.7 എന്നൊരു നിലവാരമാണ് ഓൾ ടൈം ഹൈ ആയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓഹരിയിൽ നമുക്ക് ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. ജിയോ ഫൈനാൻഷ്യൽ സർവീസിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? അവസരം ഈ ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പൊ ഓൾറെഡി 278 രൂപയിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 295 rupees.
സോ റിസ്ക് റിവാർഡ് റേഷ്യോ ഒട്ടും ഫേവറബിൾ അല്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. പ്രദീപ് സർ, ചോളമണ്ഡലം ഫിനാൻസിന്റെ ഓഹരികൾ ഇന്നിപ്പോൾ 2.5% ഇടിവ് രേഖപ്പെടുത്തുന്നു. 1103 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിഗണിക്കുമ്പോഴും ഈ ഒരു വർഷത്തിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടവും നിക്ഷേപകർക്ക് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. 11% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ചോളമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാണേണ്ടത്? സോ ചോളമണ്ഡലത്തിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് 1080 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് അറ്റ് ദ മൊമെന്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെയും ഏകദേശം 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ട് ഒരു ടോപ്പ് ലൂസർ ആയിട്ടായിരുന്നു കോൾ ഇന്ത്യയിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ 0.86% ഇടിവിൽ 451.85 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 16 രേഖപ്പെടുത്തിയ 487.6 എന്നൊരു നിലവാരമാണ്. ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഓഹരി കൈവശം സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ കോൾ ഇന്ത്യ ഇസ് റൈപ്പ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി നേട്ടം കിട്ടിയിരുന്നു. ആൻഡ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. സോ ബെസ്റ്റ് തിങ്, ബുക്ക് യുവർ പ്രോഫിറ്റ്സ് നൗ. ടാറ്റ ഓഹരികൾ ഒരുപാട് പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ പ്രത്യാശകളും നൽകുന്നതാണ്. അത്തരത്തിൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ സംയുക്ത വിപണി മൂല്യം പാകിസ്ഥാന്റെ ഒരു GDP മറികടന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു പ്രതീക്ഷയ്ക്കും ഒരുപാട് വലിയ ഒരു ഉയരങ്ങളിലേക്കും ടാറ്റയുടെ കമ്പനികൾ എത്തുന്നു എന്ന് തന്നെ വേണം നിക്ഷേപകർ മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഈ അടുത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടാറ്റ ടെക്നോളജീസ് അടക്കം നിലവിൽ നിക്ഷേപകർക്ക് ഒരുപാട് നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഒരു മറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ബാഗർ റിട്ടേണും നൽകിയിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ സാധിക്കും. ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും താങ്കളുടെ ഒരു ടോപ്പ് പിക്ക് കാറ്റഗറിയിലേക്ക് വരുന്ന സ്റ്റോക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ടാറ്റ ഗ്രൂപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏത് മേജർ ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും അതിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എങ്കിലും നമുക്ക് ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്സിൽ പുതിയൊരു എൻട്രി എടുക്കാനായിട്ട് റിസ്ക് റിവാർഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഒരു എളുപ്പത്തിന് ഒരു പുതിയ ബൈങ് അവസരം കാണുന്നില്ല. എക്സെപ്റ്റ് ഒരേ ഒരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇസ് ടാറ്റ ടെക്നോളജി. ടാറ്റ ടെക്നോളജി അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒത്തിരി സെല്ലിംഗ് നേരിട്ടിരുന്നു. ആൻഡ് ദ സ്റ്റോക്ക് ഇസ് ഷോയിങ് സൈൻസ് ഓഫ് എ ബോട്ടം. സോ ഇൻ ദ എൻറ്റയർ ടാറ്റ ഗ്രൂപ്പ് സ്പേസ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കാവുന്നത് ഇസ് ടാറ്റ ടെക്നോളജി. സർ, അതിനോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ കെമിക്കൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാറിന്റെ വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഓഹരി 0.85% നേട്ടത്തിൽ 985.8 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 5 രേഖപ്പെടുത്തിയ 1141 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഓഹരിയുടെ റിട്ടേൺസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇയർ ടു ഡേറ്റിലാണെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് ആണെങ്കിലും നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ടാറ്റ കെമിക്കൽസ് കൈവശം സൂക്ഷിക്കുന്ന ഒരു നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? ഫോർച്ചുനേറ്റ്ലി ടാറ്റ കെമിക്കൽസിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെയറിഷ്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. 920 രൂപയിൽ നല്ലൊരു മേജർ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കിട്ടും.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഒരു ഒറ്റ സ്റ്റോക്കിന്റെയും കൂടെ ടാറ്റയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ടാറ്റ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. നിലവിൽ 2% ഈ ഒരു സ്റ്റോക്ക് നേട്ടം കൈവരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിസ്റ്റഡ് സ്പേസിലുള്ള ടാറ്റ സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം സ്റ്റോക്ക് പ്രൈസ് കൂടുതലുള്ള ഒരു സ്റ്റോക്കാണ്. 5835 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. അണ്ടർടോൺ ആൻഡ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയൊരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 6,000 രൂപയിൽ തന്നെയായിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്ന് ഓഹരി ഇന്ന് 0.32% നേട്ടത്തിൽ 437.7 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50-week ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2023 നവംബർ 23 രേഖപ്പെടുത്തിയ 503.45 എന്നൊരു നിലവാരത്തിലാണ്. അതിനുശേഷം ഈ ഓഹരിയിൽ വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ കറക്ഷൻ തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. CG പവറുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? CG പവർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ആൻഡ് പേഴ്സണലി ഞാൻ ഇത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യത്തില്ല. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 400 രൂപ മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റോക്ക് 460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. പ്രദീപ് സർ, പിരമൽ എന്റർപ്രൈസസിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് പോകുന്ന ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ വർഷത്തിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടില്ല. 7% മാത്രം റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് പരിഗണിച്ചാലും 4.94% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇനിയും പിരമൽ എന്റർപ്രൈസസിന്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യേണ്ടതുണ്ടോ? Piramal Enterprises, unfortunately, in long term and short term trend at the moment, bearish ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു പുതിയ എൻട്രി എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 970 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സ്പേസിൽ നിന്നുള്ള മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വലിയ തോതിൽ നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഓഹരിയായിരുന്നു ഇത്. നിലവിൽ 3.39% ഇടിവിൽ 276.4 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50-week ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ രേഖപ്പെടുത്തി 289.25 എന്നൊരു നിലവാരമാണ്. ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സമയമാണോ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? ബിക്കോസ് സ്റ്റോക്ക് ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്കിന്റെ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവംബർ മാസത്തിൽ വെറും 100 രൂപയ്ക്ക് അടുത്ത ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഓൾമോസ്റ്റ് 300 രൂപ വരെ നേട്ടം നൽകി കഴിഞ്ഞു. സോ ഗുഡ് ടൈം ടു ബുക്ക് സം പ്രോഫിറ്റ്. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ റിയൽറ്റി മേഖലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒമാക്സിന്റെ ഓഹരികൾ ഇന്നിപ്പോൾ 9% ഒരു മുന്നേറ്റം നൽകുന്നുണ്ട്. നിലവിൽ 121 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. ഒമാക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 9% ഒരു നേട്ടം നൽകുന്ന ഈ ഒരു സമയത്ത് ഒരു പുതിയ പൊസിഷൻ എടുക്കേണ്ടതുണ്ടോ? റിസ്ക് വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് പ്രോആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് അധികം ലിക്വിഡിറ്റി കാഴ്ചവെക്കാറില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 2020 220 രൂപയായിരുന്നു ഇതിന്റെ ഒരു മേജർ ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കോവിഡ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് ഒരു 2-3 മാസങ്ങൾ കനത്ത സെല്ലിംഗ് ആയിരുന്നു നേരിട്ടത്. പ്യോർലി സ്പെക്യുലേറ്റീവ്. ഈ കമ്പനിയിലെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരി ഇപ്പോൾ 0.15% വളരെ നേരിയ ഒരു നേട്ടത്തിൽ 64.95 രൂപ എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തി 82.4 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിൽ ഏകദേശം 20 രൂപയ്ക്ക് വരെയുള്ള ഒരു കുറവ് ഈ ഒരു ഓഹരിയിൽ കാണാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈസാഫുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് ആൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം വന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമില്ല. സോ ലെറ്റ് us just wait. എസ് പ്രദീപ് സർ, ഇന്നത്തെ ഒരു ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ഒരു പെർഫോമൻസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് നിലവാരത്തിലാണ് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. 1.75% ഒരു മുന്നേറ്റം ഇന്ന് ഗ്രാസിമിന്റെ സ്റ്റോക്ക് കാഴ്ചവെക്കുന്നുണ്ട്. കമ്പനിയുടെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മികച്ച ഒരു നേട്ടം നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഗ്രാസിം എന്ന് പറയുന്നത്. കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം നെക്സ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രോത്ത് എന്നാണ് കമ്പനിയുടെ മാനേജ്മെന്റ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്റ്റോക്കിന്റെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? സ്റ്റോക്കിന് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷനും എടുക്കാം. സർ, അതിനോടൊപ്പം ഇപ്പോൾ ഫെർട്ടിലൈസർ സെഗ്മെന്റ് എന്നുള്ള ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസ് കോർപ്പറേഷന്റെ ഓഹരികൾ 7.72% വലിയൊരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 532.6 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ 19 രേഖപ്പെടുത്തിയ 714.7 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിൽ ഒരു കറക്ഷൻ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. ദീപക് ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ദീപക് ഫെർട്ടിലൈസേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗിൽ ഇപ്പൊ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്, വിച്ച് ഇസ് പോസിബിളി ഇൻഡിക്കേറ്റിംഗ് ഈ സ്റ്റോക്കിന്റെ ഒരു സെല്ലിംഗ് പീരീഡ് അവസാനിച്ചു എന്ന്. നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസ് ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് എ ബെറ്റർ മെത്തേഡ് വുഡ് ബി അടുത്ത 1-2 സെഷൻസിൽ സ്റ്റോക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ സേഫ്. പ്രദീപ് സാർ, ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 1% ഇടിവ് രേഖപ്പെടുത്തുന്നു. സ്റ്റോക്ക് 2414 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. പക്ഷെ മികച്ച ഒരു റിട്ടേൺ ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ 16% റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ശ്രീറാം ഫിൻ എന്ന് പറയുന്നത്. സ്റ്റോക്കിന്റെ അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ട് തന്നെയാണോ തുടരുന്നത്? തീർച്ചയായിട്ടും. ബട്ട് സ്റ്റോക്കിന്റെ കേസിൽ 2520 രൂപ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ, ബിക്കോസ് സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. യെസ് സർ. പവർ ഗ്രിഡിന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ 2.97% നീട്ടത്തിൽ 284.55 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 289.4 എന്നൊരു നിലവാരമാണ്. പവർ ഗ്രിഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? പവർ ഗ്രിഡിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ 290 രൂപ തന്നെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവല്. ആൻഡ് നമ്മൾ അങ്ങനെ ഒരു പൊസിഷൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 269 രൂപ. പ്രദീപ് സർ, ഹീറോ മോട്ടോ കോർപ്പ് ഇന്നിപ്പോൾ 2.5% ഇടിഞ്ഞിട്ടുണ്ട്. 4714 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിനെ ഒരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് വിലയിരുത്താമോ? നിലവിൽ ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഹീറോ മോട്ടോർ, ബജാജ് ഓട്ടോ, ഈ രണ്ട് സ്റ്റോക്സും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ രണ്ട് ഓട്ടോ സ്റ്റോക്സ് ആയത്. ഇന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് മാരുതിയുടെ കേസിൽ 1.5% കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഓട്ടോ സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ
പ്രോഫിറ്റ് ടേക്കിംഗ് എടുക്കാൻ ഒരു നല്ല അവസരമായത്. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ സാറിന്റെ ഫോക്കസ് ഉള്ള പ്രധാനപ്പെട്ടുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? ഇന്ന് മെയിൻലി 2 അഡാനി സ്റ്റോക്സ്, ഒന്ന് അഡാനി എനർജി, രണ്ടാമത്തെ അഡാനി ടോട്ടൽ ഗ്യാസ്. ആൻഡ് പിന്നീട് ഐ തിങ്ക് ITCയുടെ കേസിൽ ITC ഒരു ഷോർട്ട് കവറിംഗിൽ വേണ്ടി നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കാം. കേരള ബേസ്ഡ് മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ് ആൻഡ് ഇൻഡെക്സിലെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രി തീർച്ചയായിട്ടും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടാറ്റ ടെക്നോളജി ആൻഡ് ഓൾസോ ഒരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിട്ട് TVS സപ്ലൈ ചെയിനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.